ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും തുല്യ അവകാശമാണുള്ളത്. ഭരണപക്ഷത്തിന് അധികമായ അവകാശങ്ങളൊന്നും നിയമസഭയുടെ നടപടിയും ചട്ടങ്ങളിലും അനുവദിക്കുന്നില്ല. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ എ പി അനിൽകുമാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ നിയമസഭയിൽ കണ്ടിട്ടുള്ളതാണ്. ശ്രീ വി എസ് അച്യുതാനന്ദനൊക്കെ പ്രതിപക്ഷ നേതാവായിരിക്കും, അദ്ദേഹത്തിന് അൺലിമിറ്റഡ് ആയിട്ടുള്ള സമയം എപ്പോഴും കിട്ടുമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഇന്ന് പോലും ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേമനിധി ബോർഡിലെ പാവപ്പെട്ടവരുടെ പെൻഷൻ മുടങ്ങിയത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ സംസാരിക്കുമ്പോൾ 9ാമത്തെ മിനിറ്റിൽ സ്പീക്കർ ഇടപെടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ മൈക്ക് ഓഫ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ഭരണപക്ഷത്തെ മന്ത്രിമാർ അവർ മണിക്കൂറുകൾ സംസാരിക്കുകയാണ്. അവരെത്ര നേരം വേണമെങ്കിൽ സംസാരിക്കുന്നതിന് ഞങ്ങൾ 12 മണി വരെ വേണമെങ്കിലും ഇരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ മുമ്പ് സ്വാശ്രയ നിയമം പാസ്സാക്കുന്നത് വെളുപ്പിലെ 4:30 മണിക്കാണ്. ഈ നിയമസഭയിൽ സ്വാശ്രയ നിയമം പാസ്സാക്കുന്നത് 4:30 മണിക്കാണ്. അന്ന് ഞങ്ങളൊക്കെ പ്രതിപക്ഷത്താണ്. ഞങ്ങൾ അന്നത്തെ ഭരണപക്ഷത്തോട് സഹകരിച്ച് 4:30 മണി വരെ ഇരുന്നവരാണ്. ഇപ്പോഴത്തെ ഭരണപക്ഷത്തോട് ഞങ്ങൾ സഹകരിക്കാം. പക്ഷേ നിങ്ങൾ എടുക്കുന്ന സമയം പോലെ തന്നെ പ്രതിപക്ഷത്തിനും സമയം തരണം. എത്ര നേരം വേണമെങ്കിലും രാത്രി വരെ വേണമെങ്കിലും നമ്മൾ സഭയിൽ സഹകരിക്കാം. പക്ഷേ നമ്മൾ ഇന്ന് നജീബിന്റെ പ്രസംഗം പൂർത്തിയാക്കാൻ സമ്മതിക്കുന്നില്ല, രാഹുലിന്റെ പ്രസംഗം പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല, പല ആളുകളുടെയും പ്രസംഗം പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ മൈക്ക് ഓഫ് ചെയ്തു. അതേസമയം 40 മിനിറ്റ് അനുവദിച്ച മന്ത്രിമാർ 50 മിനിറ്റും 60 മിനിറ്റും എല്ലാം കഴിഞ്ഞിട്ട് ക്ലാസിക്കൽ ഫാസിസത്തെക്കുറിച്ചും മാർക്സിസത്തെക്കുറിച്ചും എല്ലാം ക്ലാസ് എടുക്കാൻ വരുമ്പോൾ ഈ സമയം കഴിഞ്ഞിട്ട് ഈ ക്ലാസ് ഇരുന്ന് കേൾക്കേണ്ട നിർബന്ധമൊന്നും നമുക്കില്ല. അത് ഞങ്ങളുടെ ഭാഗം വിശദീകരിക്കാനും ഞങ്ങൾക്കും നാളെ മുതൽ ഈ സമയം നിങ്ങൾ തരണം, എന്നാൽ ഞങ്ങൾ സഹകരിക്കാം എന്നാണ് ശ്രീ അനിൽകുമാർ പറയാൻ ആഗ്രഹിച്ചത്. പക്ഷേ അപ്പോൾ അദ്ദേഹത്തിന് മൈക്ക് പോലും കൊടുക്കാത്ത അങ്ങേയറ്റം ജനാധിപത്യത്തിൽ പ്രതിപക്ഷം വേണ്ട എന്ന ഒരു ഫാഷിസ്റ്റ് സമീപനം, ഏകാധിപത്യ സമീപനം, സ്വേച്ഛാധിപത്യ സമീപനം നിയമസഭയിൽ ഇന്ന് ചെയറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ നമുക്ക് പറയാൻ നമുക്ക് നാളെ മുതൽ സമയം തന്നാൽ മതി, നമുക്ക് സഹകരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല എന്ന് പറയുമ്പോൾ അത് പറയാൻ പോലും അനുവദിക്കുന്നില്ല. വേണ്ട, നിങ്ങളില്ലാതെ നമ്മൾ സഭ നടത്തിക്കോളാം എന്ന ഒരു സമീപനം. ഒരു കാര്യം കൂടെ പറയട്ടെ, പ്രതിപക്ഷം ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്? പ്രതിപക്ഷ നേതാവ് ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഞങ്ങളുടെ സമയം ഇല്ലാതാക്കുമ്പോൾ നിങ്ങൾ ജനങ്ങളുടെ അവകാശമാണ് ഇല്ലാതാക്കുന്നത്. ഞങ്ങളോട് ജനങ്ങൾ ചോദിക്കില്ലേ, നിങ്ങളെ പ്രതിപക്ഷ നിലയിൽ തെരഞ്ഞെടുത്ത് അയച്ചത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ സംസാരിക്കാനാണ്. അപ്പൊ ഞങ്ങൾക്കത് സംസാരിക്കണം, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം. അപ്പൊ ഞങ്ങളുടെ സമയം കുറയ്ക്കുമ്പോൾ നിങ്ങൾ ജനങ്ങളുടെ സമയമാണ് കുറയ്ക്കുന്നത്. ഞങ്ങളുടെ മൈക്ക് ഓഫ് ചെയ്യുമ്പോൾ നിങ്ങൾ ജനങ്ങളുടെ ശബ്ദമാണ് ഇല്ലാതാക്കുന്നത്. അപ്പൊ അതിനെ എങ്ങനെയാണ് ഞങ്ങൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുക? ആ ഒരു പ്രതിഷേധം നമ്മളിന്ന് പ്രകടിപ്പിച്ചു. നാളെയെങ്കിലും ഭരണപക്ഷം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ജനാധിപത്യത്തിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനുമുള്ള തുല്യാവകാശത്തെ അനുവദിച്ച് തരാൻ തയ്യാറാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ചെയ്യും എന്നാണ് ഞങ്ങൾ കരുതുന്നത്.